മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് നമ്മൾ നടത്തി പോരുന്ന വെബിനാർ സീരീസിന്റെ 3-ാമത്തെ ദിവസം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഡേ 1 എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡേ 2 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വൈ വി നീഡ് മെന്റലി ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്നുള്ളതാണ് റസീന മാം വഴി നമ്മൾ ഇന്നലെ കേട്ടത്. അവിടെ പറഞ്ഞു നിർത്തിയത് മെന്റൽ ഹൈജീൻ എങ്ങനെ നമുക്ക് മെന്റൽ ഹെൽത്ത് നേടിത്തരുന്നു, വാട്ട് ഇസ് ദ ആക്ച്വൽ മെന്റൽ ഹൈജീൻ പ്രാക്ടീസസ് എന്നുള്ളതാണ്. ഈ വർഷത്തെ തീമിനോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഷാജി സാറിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. ഡയഗ്നോസിസ് ഇസ് 3/4 ദ റെമഡി എന്ന് മഹാത്മാഗാന്ധിയുടെ കോട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ്. സോ ഒഫീഷ്യലി ഷാജി സാറേയും നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യാനായിട്ട് ആലിസ് മാമിനെ ഇൻവൈറ്റ് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തോളൂ മാം. താങ്ക് യു ഷാജി സാറിനെ നമ്മുടെ ഇടയിലേക്ക് ഈ 3-ാമത്തെ ദിവസത്തേക്ക് വെൽക്കം ചെയ്യാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളിലും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സാറ്. സാറിന്റെ ടോക്കോട് കൂടിയാണ് സാറിന്റെയും അച്ഛന്റെയും ടോക്കോട് കൂടിയാണ് നമ്മൾ ഇതെല്ലാം ഇനാഗുറേറ്റ് ചെയ്തത് തന്നെ. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ് മെന്റൽ ഹെൽത്ത് ഇൻ കറ്റാസ്ട്രോഫീസ് ആൻഡ് എമർജൻസി എന്നുള്ളതാണ്. അതിന്റെ വിവിധ തലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വെബിനാറിൽ ചർച്ച ചെയ്തു വരുന്നത്. ഉഷ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ഇൻട്രൊഡക്ഷനിൽ അച്ഛൻ നമുക്ക് കുറെ മെന്റൽ ഹെൽത്ത് ടിപ്സ്, വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. മാം, why this mental health is deteriorating and what is the importance of this mental health എന്നുള്ളതിനെ കുറിച്ചിട്ടും പറഞ്ഞു തന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യേറ്റിംഗ് മെന്റൽ ഹെൽത്ത് പ്രിവെൻഷൻ ഫോർ സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ്. അതിന് പല തലങ്ങളുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് പ്രിവെൻഷൻ ആണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുമല്ലോ. പ്രിവെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ സ്ട്രഗിൾ ഓർ യു ആർ ഇൻ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്നുള്ളത്. മെന്റൽ ഹെൽത്ത് നമ്മൾക്ക് തന്നെ ഡിറ്റീറിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ട് ഇന്ന് ആൾക്കാർ മടിച്ചിരിക്കുന്ന ഒരു കാലമാണ്. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും then manage it, how to manage it, and then how to rehabilitate. ഇതിനെ കുറിച്ചൊക്കെയാണ് സാറിന് നമുക്ക് ഈ ഹൗ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സാറിന് നമുക്കിന്ന് പറയാൻ പോകുന്നത്. സാറിന് വളരെ സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വെബിനാറിൽ നമ്മളുടെ കൂടെ ഈ 3 ദിവസവും കൂടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇതിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാനും അതുപോലെ തന്നെ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എത്തിയിരിക്കുന്ന 2 വിശിഷ്ട വ്യക്തികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ഒരു നല്ല ഡേ, നല്ല നൈറ്റ്, ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ഓവർ ടു ഉഷ. Thank you, Alice ma'am. Now to officially introduce the speaker of the day, I invite IDA Malanad WDC representative Dr. Jency Mary. Over to you, Doctor. Good evening, everyone. നമ്മുടെ സ്പീക്കറിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയാണ് എന്നെ വിളിച്ചേക്കുന്നത്. ഒരു ലോങ് റെസ്യൂമേ ഉണ്ട്, അത് മുഴുവൻ പറയാൻ പോയ ഇന്നത്തെ ഹാഫ് ദ മീറ്റിംഗ് വിൽ ഗോ ഇൻ ദാറ്റ്. So I have shortened it down to the bare minimum. Our speaker for the day is a very eminent and academically proficient personality. We have with us Dr. Shaji S, who is currently working as the Chief Psychiatrist in Bethesda Hospital, Perumbavoor,
and is also the president of the ARDSI Cochin Chapter Society. ഈ ARDSI എന്താണെന്ന് ഞാനൊന്ന് ഗൂഗിൾ ചെയ്യേണ്ടി വന്നു. ഇറ്റ് ഇസ് an Alzheimer's and Related Diseases Society of India. അപ്പം ആ ഫീൽഡിലും സർ വളരെ പ്രൊഫിഷ്യന്റ് ആണ്. His academic degrees include MBBS from Government Medical College Alleppey, a PG diploma from Central Institute of Psychiatry Ranchi. In addition to this, he also holds a degree of MA Psychology, MA English Literature, and MPhil. He's an active member in the field of research and has multiple publications to his name. We are honored to welcome such an eminent person to our talk today. We are honored to welcome the recipient of the Epen Samuel Award of IMA to our talk. Over to the chief guest. Okay. Thank you. Good evening to all. Thank you for the nice words, and thank you, Alice ma'am. Thank you, Usha. And ഇന്നത്തെ ഒരു ടോപ്പിക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതായത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ പറ്റുമോ, പ്രതിരോധം സാധ്യമാണോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതിൽ വളരെ പ്രിവെന്റീവ് സൈക്യാട്രി എന്ന് പറയുന്നത് വളരെ ഇവോൾവ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. നമ്മൾ ഇവിടെ കാണുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെ മാനസിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് രൂക്ഷമായിട്ടുള്ള വലിയ മാനസിക രോഗങ്ങളായിട്ടും ബ്രേക്ക് ഡൗൺ ആയിട്ടും ഒക്കെ മാറുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ശരിക്കും അതിനുവേണ്ടി ഒരു ഉൾക്കാഴ്ചകൾ നമ്മൾ തേടുന്നത്, നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾ ഒരു മാനസിക ആരോഗ്യ പ്രശ്നത്തെ വിശകലനം ചെയ്യുന്നതിൻ്റെ ചില മാതൃകകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു സൈക്കോ സോഷ്യൽ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും നിർദ്ധാരണം ചെയ്യേണ്ടത്. അവിടെ ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇന്ററാക്ഷൻസ് കൊണ്ടാണ് ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സംജാതമാകുന്നത്. അപ്പോൾ നമ്മൾ ഏത് പ്രശ്നത്തെ നമ്മൾ കൗൺസിലേഴ്സ് ആകട്ടെ, സൈക്യാട്രിസ്റ്റുകളാകട്ടെ, നമ്മളൊരു കേസ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയുള്ള ഘടകങ്ങളെയെല്ലാം പരിഗണിച്ചു വേണം ആ പ്രശ്നത്തെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടിൽ വിലയിരുത്താൻ. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഈ പ്രസന്റ് എനിക്ക് തന്ന ടോപ്പിക്കില് 2 കമ്പോണന്റ്സ് ഉണ്ട്. ഒന്ന്, മാനസിക ആരോഗ്യം എങ്ങനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. രണ്ടാമത്, അതിന്റെ ഹെൽപ്പ് സീക്കിങ്ങിന് വേണ്ടിയുള്ള അതിന്റെ റെഫറൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. അങ്ങനെ 2 കമ്പോണന്റ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ ഒരു അക്കാഡമിക് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. ഇങ്ങനെ ഈ പ്രാഥമികം, ദ്വിതീയം, തൃതീയം, ഇങ്ങനെ 3 തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആണ് നമ്മൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ എവിടെ വെച്ചാണ് ഈ പ്രതിരോധം, മാനസികാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഈ ഇതിന്റെ ഈ പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തുടങ്ങേണ്ടതാണ്. അപ്പൊ അത്രയും ഒരു അവയർനെസ് പലപ്പോഴും നമ്മൾക്ക് ലഭിക്കാറില്ല. ഇപ്പം വളർന്ന് മെച്യൂർഡ് ആയി കഴിയുമ്പോഴല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമേറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഭ്രൂണം ഗർഭപാത്രത്തിൽ വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ മാനസികാരോഗ്യ പ്രതിരോധങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഏർലി ഇയേഴ്സോ, പ്രത്യേകിച്ച് നമ്മൾ ഒരു ശൈശവാവസ്ഥയിലുള്ള കാര്യങ്ങളൊന്നും അധികം പരിഗണിക്കാറില്ല. പലപ്പോഴും ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ പരിധിക്കുപരിയായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അതിലെ മെമ്പേഴ്സിനെ, കുട്ടികളെ ആകട്ടെ വളർന്നവരെ ആകട്ടെ, എല്ലാവരെയും ബാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. അപ്പൊ ആദ്യമേ നമ്മൾ പറയും ഈ പെരിനേറ്റൽ അല്ലെങ്കിൽ പ്രീനേറ്റൽ കെയർ, നമ്മളൊരു ഹിസ്റ്ററി എടുക്കുമ്പോൾ പലപ്പോഴും ചൈൽഡ് സൈക്യാട്രിയിലാണെങ്കിലും ചൈൽഡ് സൈക്കോളജിയിലാണെങ്കിലും പ്രധാനമായിട്ട്
നമ്മൾ അമ്മയുടെ ആ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ, അവർക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും എന്നുവെച്ചാൽ കുട്ടികൾ വളർന്നു വരുന്ന ഭ്രൂണാവസ്ഥയിൽ ആ കുട്ടിയുടെ ഞരമ്പുകളെയും തലച്ചോറിനെയും ബാധിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഘടകങ്ങൾ, അപ്പൊ അത് അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പെരിനേറ്റൽ അല്ലെ പ്രീനേറ്റൽ അതുപോലെ ഉണ്ടാകുന്ന ഗർഭം, പ്രസവം, അതിനുശേഷമുള്ള ശുശ്രൂഷ, ഇതിലൊക്കെ നിലനിൽക്കുന്ന ആരോഗ്യം, അതുപോലെ തന്നെ അമ്മയുടേതായിട്ടുള്ള മാനസിക അവസ്ഥ. ഇപ്പം ഒരു പ്രീനേറ്റൽ സൈക്കോളജിയിലൊക്കെ നമ്മളിപ്പോൾ ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ഹോർമോൺസും അതുപോലെ തന്നെ ആങ്സൈറ്റി ലെവലും ഒക്കെ ഉണ്ടെങ്കിലും അതും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏർലി ഇയേഴ്സിലുള്ള ഒരു പെരിനേറ്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടിയുടെ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും അമ്മ പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഏറ്റവും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇപ്പം ഒരു 10% ഇപ്പം പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പലപ്പോഴും പല ആൾക്കാർക്കും ബോധവാന്മാരല്ല. അപ്പൊ അതൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഏകദേശം 10% സ്ത്രീകള് ഒരു പ്രസവാനന്തര പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. അതിൽ 1-2% മാത്രമേ ഒരു വളരെ സിവിയർ ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ളത് ചിലപ്പം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് പലപ്പോഴും റിസോൾവ് ചെയ്തു പോവുകയാണ്. 1000 ഡെലിവറി ഉണ്ടാകുമ്പോൾ അത് 1-2 ആൾക്കാർ ചിലപ്പോൾ അതിനകത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ആയിട്ട് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പം അത് എന്ന് മാത്രമല്ല, ഈ ഗർഭാനന്തരം ഉണ്ടാകുന്ന 2 വിഭാഗമുണ്ട്. പോസ്റ്റ്പാർട്ടമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ചിലപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ, സൈക്യാട്രിക് അസുഖങ്ങൾ, മൂഡ് ഡിസോർഡർ ആകട്ടെ, സൈക്കോസിസ് ആകട്ടെ, അത് വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ സ്ട്രെസ്സറായിട്ടും ഈ പ്രസവം ഇത് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഞാൻ പറയുന്ന ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ട മാതാവിനുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ കെയറിനെ അതിന്റെ ഗുണനിലവാരത്തെ ബാധിക്കും. ഇപ്പൊ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെങ്കിൽ പലപ്പോഴും ആ കെയർ ഗിവിങ്ങിലൊക്കെ ഉണ്ടാകുന്ന പലപ്പോഴും അമ്മ ഉദാസീനമായി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കാൻ. അപ്പൊ ഈ പെരിനേറ്റൽ ആയിട്ടുണ്ടാകുന്നതും പോസ്റ്റ്നേറ്റൽ ആയിട്ടുണ്ടാകുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങളെ വളരെ സശ്രദ്ധ നമ്മൾ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട്സിൽ നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് പിന്നീടുള്ള കാര്യം ഓരോ ഘട്ടമായിട്ട് എടുക്കുമ്പോഴും നമ്മൾ കാണുന്ന ഇപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറൊരു പുതിയ ഒരു കാര്യം ഇവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ അറിയാം എല്ലാവരും മൊബൈൽ, അതുപോലെ തന്നെ പലപ്പോഴും ഒരു സൈബർ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ അമ്മമാരൊക്കെ തന്നെ പ്രസവിച്ച കുട്ടികളോടൊപ്പം തന്നെ ഈ മൊബൈലിൽ വെച്ചിട്ട് പലപ്പോഴും കുട്ടികളെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ മൊബൈലിന് കൊടുക്കുന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഇത്രയോ പ്രാവശ്യം ഓരോ ദിവസം തന്നെ ചിലപ്പോൾ ഈ മൊബൈൽ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിത രീതി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ നിരന്തരം കുട്ടികളെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിൽ പോലും അതേപോലെ അവരുടെ അറ്റൻഷൻ ഈ മൊബൈലിലേക്കും അതേപോലെ സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ പുതുതായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ സംജാതമായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിവെൻഷൻ എയിംഡ് അറ്റ് ദി ഡിസീസ് ഫ്രം ഒക്കറിങ്. ഡിസീസിന്റെ ഉണ്ടാകാതിരിക്കുക, ഇൻസിഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഉള്ള കാര്യം ഈ കുട്ടികളുടെ ജനനം മുതൽ അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പം പ്രധാനമായിട്ടും കുട്ടി വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെന്റലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സശ്രദ്ധം പരിഹരിക്കുകയും എന്തെങ്കിലും ഡെവലപ്മെന്റലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് സെൻസറി ഡെഫിസിറ്റ്സോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നത് ഫാമിലി എൻവയോൺമെന്റും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലപ്പോഴും പേരൻസ് ഒന്നും ചൈൽഡ് സൈക്കോളജിയോ ഇതൊന്നും പഠിച്ചിട്ടല്ല കുട്ടികളെ വളർത്താൻ തുടങ്ങുന്നത്. അപ്പൊ അവരുടെ പലപ്പോഴും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്യുന്നൊരു ഇതാണ് ഒരു പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന. കുട്ടികളെ വളർത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള
ഡിഫക്റ്റുകളും പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കുട്ടികളെ ഡീൽ ചെയ്യുന്നതിന് ഇപ്പൊ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് ചിലപ്പോൾ അമിതമായിട്ടുള്ള ശ്രദ്ധയും ഓവർ പ്രൊട്ടക്ഷന്റെ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ വളരെ വലിയ വലിയ നമ്മൾക്കത് ശരിക്കും പറഞ്ഞാൽ ഈ ചൈൽഡ് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലമായിട്ട് നമ്മൾ വരുമ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് ആ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കാട്ടിലും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പേരൻസിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാമിലി ഡൈനാമിക്സിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളെ ബാധിക്കുന്നതായിട്ടാണ്. ഇത് പലപ്പോഴും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ദുർവാശി, ടെമ്പർ ടാൻട്രംസ് ആയാലും അതുപോലെ തന്നെ ഏത് കോണ്ടാക്ട് ഡിസോർഡർ ആണെങ്കിലും ഒക്കെ അതെങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളോട് പെരുമാറുന്ന കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറാനായിട്ട് പലപ്പോഴും മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ സ്കൂളിലാണെങ്കിൽ സ്കൂൾ എൻവയോൺമെന്റിലുള്ള ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ അതോറിറ്റീസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പൊ അവിടെ നമ്മൾ ഈ ഫാമിലിയിലുള്ള കോൺഫ്ലിക്ട്സും ഒരു കുട്ടിക്ക് ഇപ്പം പലപ്പോഴും നമുക്കറിയാം ഇപ്പം മാരിറ്റൽ പ്രശ്നങ്ങൾ വളരെ കൂടി വരുന്നു. മാതാപിതാക്കൾ തമ്മിലും ഡിവോഴ്സിലെത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരുന്നു. അപ്പൊ എല്ലാം വരുമ്പോൾ നമ്മൾ പറയാം ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കടമ കുട്ടികളുടെ മാനസികമായ ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സ്നേഹം വേണം, സുരക്ഷിതത്വം വേണം, സ്വാതന്ത്ര്യം വേണം. അതേപോലെ ഇങ്ങനെയുള്ള അവർക്ക് കളിക്കാനുള്ള ഇതിനുള്ള ആകപ്പാടെയുള്ള അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് മാനസിക ഒരു കുട്ടിയുടെ ഒരു വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ശാരീരികമായ വികസനം മാത്രമല്ല, നമ്മളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ അത് ശാരീരിക വികസനം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വികസനം, വൈകാരികമായിട്ടുള്ള വികസനം, സാമൂഹികമായിട്ടുള്ള വികസനം, അവരുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട്. ഇത് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ പുതിയ തലമുറയെ നമ്മൾ ജിൻസി എന്ന് വിളിക്കുന്ന ഒരു പുതിയ തലമുറയെ കുറിച്ച് നമ്മൾ വളരെ വലിയ ക്രിട്ടിക്കലായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, നമ്മളുടെ ഡിഫക്റ്റുകളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ ഇത് തിരയേണ്ടതാണ്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന്റെ ഏറ്റവും വലിയ ഫോർമേറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേരൻസ്, അവന്റെ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ അസോസിയേറ്റ്സ്. ഈ 3 ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പം കുട്ടികളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അവിടെ ആ ബന്ധപ്പെട്ട പോരായ്മകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ സ്കൂൾ മെന്റൽ ഹെൽത്തിന്റെയും ഒക്കെ വളരെ വലിയൊരു പ്രാധാന്യം. പ്രത്യേകിച്ചും ഈ സ്കൂളുകളിൽ നമ്മളിപ്പം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആനുകാലികമായിട്ടുള്ളൊരു സമൂഹത്തിൽ ഏറ്റവും കൂടി വരുന്ന, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം കഞ്ചാവ് അല്ലെങ്കിൽ ലഹരിയുടെ പ്രശ്നം എടുക്കാം. പലപ്പോഴും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങൾ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ, ഡെവലപ്മെന്റൽ ഡിലേസ്, ലേണിംഗ് ഡിസബിലിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതേപോലെ തന്നെ മറ്റുള്ള സ്വഭാവ തരത്തിലുള്ള കോണ്ടാക്ട് ഡിസോർഡേഴ്സ്, ഇതൊന്നും തന്നെ ഒരു കണ്ടെത്തി പരിഹാരം കാണാൻ പറ്റാതെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകുകയും അത് അവസാനം നിയന്ത്രണത്തിന് ഉപരിയായിട്ട് വരുമ്പോൾ മാത്രം അത് ഒരു കൺസൾട്ടന്റിനെ കാണിക്കാൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ സ്കൂൾ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടെത്തി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ സിസ്റ്റം തന്നെ നമ്മളിപ്പോൾ ഉള്ള കുട്ടികളെ കൂടുതൽ ഇൻഫർമേഷൻ ഓവർലോഡിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാകുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിൽ അവശ്യം നടന്നിരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ലൈഫ് സ്കിൽസുമായിട്ട് ജീവിത നിപുണതകൾ വളർത്തിയെടുക്കേണ്ട ഒരു ട്രെയിനിങ്. പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ
പഠനേതര പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആ ഒരു പേഴ്സണെ രൂപീകരിച്ചെടുക്കേണ്ടതായിട്ടുള്ള വലിയ കുറെ ഘടകങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതേപോലെയുള്ള കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം കൂടെ ഉള്ളടങ്ങുന്ന ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷന്റെ വളരെ വലിയൊരു പ്രാധാന്യം ഇവിടെയുണ്ട്. അപ്പൊ ഈ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ, ഇപ്പം സ്കൂളാകട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, അതേപോലെ തന്നെ മറ്റു കുട്ടികളുടെ സ്വാധീനമാകട്ടെ, ഇതിനകത്തൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നത് മൂലം വലിയൊരു ആൾക്കാരെ നമുക്ക്, അതുപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷന്റെ ഇതായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ടുള്ള സ്ട്രെസ്, പലപ്പോഴും പറയുന്ന ഈ പരീക്ഷ പേടി, അങ്ങനെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ആങ്സൈറ്റീസും കാര്യങ്ങളും ഒക്കെ, അതിന്റെ സമയവും റൈറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ അതിരുന്ന് പലപ്പോഴും ദീർഘസ്ഥായിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പ്രൈമറി പ്രിവെൻഷൻ പ്രധാനമായിട്ട് നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത്. ഒരു അസുഖം ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് വേണ്ട സഹായങ്ങളും സപ്പോർട്ടും നൽകി അവനെ ഒരു ബാലൻസ്, ഒരു രോഗാവസ്ഥയിൽ എത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഡിസോർഡറിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, ദ്വിതീയ ലെവൽ എന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ. നമുക്കിപ്പോൾ അഥവാ നമ്മളിപ്പോൾ അതൊരു ബ്രേക്ക് ഡൗണിലേക്ക് പോയി എങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അവിടെ നമ്മൾ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ അത് കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു പരിഹാരം. അപ്പൊ അവിടെയും നമ്മൾ കാണുന്ന പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികാരോഗ്യ, പിന്നെ പിൽക്കാലത്തേക്കുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ പ്രത്യേകിച്ചും സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങൾ, ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ, റിക്കറന്റ് ഡിപ്രഷൻ, ഇതിന്റെയൊക്കെ ആരംഭം മിക്കവാറും ഒരു കൗമാരകാലത്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇത് കണ്ടെത്താനോ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇന്റർവെൻഷൻസിനോ പല ആൾക്കാരും ശ്രമിക്കാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പൊ സ്കിസോഫ്രീനിയ പോലെയുള്ള വലിയൊരു മേജറായിട്ടുള്ള മെന്റൽ ഡിസോർഡർ, അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു അക്കാഡമിക് ഡിറ്റീറിയേഷനായിട്ടും ശ്രദ്ധയില്ലായ്മയായിട്ടും താല്പര്യമില്ലായ്മയായിട്ടും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യമായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീനിങ് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഡിപ്രഷൻ സ്ക്രീനിങ്, അപ്പം അതുപോലെ തന്നെ ഇതേപോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള സ്ക്രീനിങ്ങും ഏർലി ഇന്റർവെൻഷൻസ് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. എന്നുവെച്ചാൽ പല ആൾക്കാരും, ഉദാഹരണത്തിന് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു നമ്മൾ ഡയഗ്നോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഗൂഗിളിൽ പോയി അതിന്റെ കാര്യങ്ങൾ നോക്കും. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരുതരമായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ പരിണതി പലപ്പോഴും നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടെ മെച്ചമാണെന്നുള്ളതാണ്. ഇതെല്ലാം വികസിതമായുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്വപ്നത്തിലുള്ള രാജ്യങ്ങളിലൊന്നും മാനസിക ആരോഗ്യത്തിന്റെ അവസ്ഥ വലിയ മെച്ചമാണെന്നല്ല, വളരെ മോശമാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും സർവീസസ് ഒക്കെ വളരെ മോശമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ പല ആൾക്കാരും ഇപ്പൊ UK-യിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ അവധിക്ക് വരുമ്പോൾ അവർ നമുക്ക് കൺസൾട്ടേഷന് വരാറുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്കൊരു വന്ന ഒരു കേസ്, ആ കുട്ടിയുടെ ഗ്രാൻഡ് മദറിനെ ഞാൻ വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്നതാണ്. ഒരു സൈക്കോട്ടിക് ഇൽനെസ് ആണ്. അവർക്കുള്ള ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ അവർ പുറത്തു പോകുമ്പോൾ എല്ലാ ആൾക്കാരും അവരെ നോക്കി അവരെ കുറിച്ച് സംസാരിക്കുന്നു, അവരെ കുറിച്ച് പറയുന്നു, അവരെ കുറിച്ച് നോക്കുന്നു. ഇങ്ങനൊരു ഡെല്യൂഷൻ ഓഫ് റെഫറൻസും ഉള്ള ഒരു അമ്മയാണ്. അപ്പൊ അവരുടെ മകള് അവിടെ UK-യിൽ നഴ്സാണ്. അപ്പൊ അവരുടെ കുട്ടിയെ കൊണ്ടുവന്നിട്ട്, കുട്ടിയെ വന്നു കഴിഞ്ഞപ്പോൾ മകളെ 10th ഗ്രേഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി
ഏകദേശം 2-3 വർഷമായിട്ട് ആ കുട്ടി പറയുന്നു, എൻ്റെ മറ്റുള്ള കുട്ടികൾ പറയുന്നു എൻ്റെ മൂക്ക് നീണ്ടതാണ്, മൂക്ക് വളഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ പാർക്കിൽ പോകുമ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്നെ കുറിച്ച് നോക്കി പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് രാത്രിയിൽ ആ കുട്ടിക്ക് ഉറക്കമില്ല, എണീറ്റ് നടക്കുന്നു. അപ്പൊ സ്കൂൾ അതോറിറ്റീസ് ഇവർ നേരത്തെ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ അവർ ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെയുള്ള കാര്യം അവിടുത്തെ സ്കൂൾ കൗൺസിലേഴ്സ് കണ്ടു. പക്ഷേ അതിനകത്തുള്ള കാര്യം അപ്രോപ്രിയറ്റ് ശരിക്കും ഒരു മാൻഡേറ്ററി ആയിട്ട് ഒരു സൈക്യാട്രിസ്റ്റ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് കാണേണ്ട കേസാണത്. അപ്പൊ ഈ 2-3 വർഷമായിട്ടും അവര് നിരന്തരം പറഞ്ഞിട്ടും, പക്ഷെ കുട്ടിയുടെ അമ്മയ്ക്കും അതിനെ കുറിച്ച് നല്ല ബോധമുണ്ട്, പക്ഷെ അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂൾ അതോറിറ്റീസ് റെഫർ ചെയ്യുന്നില്ല. ജനറൽ പ്രാക്ടീഷണേഴ്സിൽ വരുമ്പോൾ അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അവസാനം ഈ പല പല ആൾക്കാർ ഇങ്ങോട്ട് ഇതുവരെ അപ്പൊ അവരിവിടെ വന്നിട്ട് ഞാനൊരു 3 വീക്സോളം ഉണ്ടായിരുന്നു. ഇന്റർവെൻഷൻസിൽ കുറെ ഇമ്പ്രൂവ്മെന്റ് കണ്ടു. അതിനുശേഷം ഞാൻ അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഇതിനൊരു കൺസൾട്ടേഷൻ വേണം എന്നുള്ള ഒരു റെഫറൻസ് ലെറ്ററും കൊണ്ടിട്ടാണ് അവർ പോകുന്നത്. അതേപോലെ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ വരുന്ന ആൾക്കാർ എന്ന് മാത്രമല്ല, ഇപ്പോഴത്തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടുത്തെ മെന്റൽ ഹെൽത്ത് സെറ്റിങ്ങിൽ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരും വളരെയധികം ഉണ്ട്. ഇപ്പം തന്നെ അടുത്ത കാലത്തായിട്ട് ഈ ജർമ്മനി അതുപോലെ തന്നെ ഫ്രാൻസ് ഇവരിലൊക്കെ പോയി പഠിക്കാൻ പോയ കുട്ടികൾ വളരെയധികം സ്ട്രെസ്ഡ് അപ്പ് ആയിട്ട് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്ന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നതും എടുത്ത് തിരിച്ചു പോയതിനും നാട്ടിൽ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഗ്ലോബലി നോക്കുമ്പം ഇവിടെ നമുക്കൊരു ഒരു 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 പ്രധാന പ്രശ്നമുള്ളത്, നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു കൺസൾട്ടന്റിനെ ആക്സസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലില്ല. അപ്പം മാനസികാരോഗ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്ഥിതി അത്ര മോശമാണെന്ന് പറയണ്ട. എന്ന് വെച്ചാൽ ഞാൻ സ്കിസോഫ്രീനിയയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവിടെ നമ്മളിപ്പോൾ അത് നമ്മൾ വളരെ ഒരു ഫ്രൈറ്റനിങ് ഡയഗ്നോസിസ് വൺസ് അപ്പോൺ എ ടൈം ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ എളുപ്പം അത് വളരെ ഏർലി ആയിട്ട് ഇന്റർവീൻ ചെയ്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40% കൂടുതൽ ആൾക്കാർ പെർഫെക്റ്റ്ലി നോർമലായിട്ട് ഉള്ള ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ല സക്സസ് സ്റ്റോറീസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മളുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യമുണ്ട്, നമുക്കൊരു ഔട്ട് ഓഫ് ഇതായിട്ട് നല്ല ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുന്ന കേസുകൾ ഉടനെ ചികിത്സയ്ക്ക് വിധേയമാക്കി അതിനെ ഗ്രാജുവലി അതിന്റെ സിംറ്റം റിസോൾവ് ചെയ്ത് അതിന്റെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ട് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചികിത്സ കുറച്ച് നാളെടുക്കും, പിന്നെ അത് കഴിഞ്ഞ് മുടക്കും. അത് കഴിഞ്ഞ് ഈ ചികിത്സ പലപ്പോഴും ഈ സൈക്കോട്ടിക് ഇൽനെസ് ചികിത്സിക്കുമ്പോൾ അതിന് ചില ഘട്ടങ്ങൾ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ അവിടെ അക്യൂട്ട് ഫേസ് ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ കണ്ടിന്യൂവേഷൻ ഫേസ് ഉണ്ട്, മെയിൻ്റെനൻസ് ഉണ്ട്, പിന്നെ ഗ്രാജുവലി സിംറ്റംസ് ഒക്കെ കഴിഞ്ഞ് നോർമൽ ആണെങ്കിൽ നമ്മൾ ആ ചികിത്സ പതുക്കെ ടേപ്പർ ഓഫ് ചെയ്യും. അവിടെയാണെങ്കിലും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഹോളിഡേ കൊടുത്ത് അവരെ ഒബ്സർവ് ചെയ്യും. പിന്നെ അടുത്ത രണ്ടാമതൊരു രണ്ടാമതുണ്ടെങ്കിൽ ചികിത്സയുടെ രീതികൾ വ്യത്യാസപ്പെടും. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്കിസോഫ്രീനിയ ആണെങ്കിലും ബൈപോളാർ മൂഡ് ഡിസോർഡർ ആണെങ്കിലും ഇതൊക്കെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ മെച്ചപ്പെട്ടു പോകുന്നു. അപ്പൊ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ രോഗാതുരമായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഏറ്റവും എളുപ്പം നമ്മൾ നിർദ്ധാരണം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ. അതേപോലെ തന്നെയാണ് ഫാമിലിയുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്ത് അവരെ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഏകോപിപ്പിക്കുക. അത് ടെർഷറി പ്രിവെൻഷന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിങ്, അതുപോലെ തന്നെ ഏർലി ഇന്റർവെൻഷൻ, ഏറ്റവും എളുപ്പം ആയിട്ട് ഇന്റർവീൻ ചെയ്ത് രോഗലക്ഷണങ്ങൾ കുറച്ച് അവരെ ഒരു നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതേപോലെ വേറൊരു കാര്യമാണ്, ഇപ്പോഴും വളരെയധികം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പം പലപ്പോഴും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയും പ്രശ്നങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ അൽഷിമേഴ്സ് ഡിസീസും അതുപോലെ തന്നെ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ ഇതിനകത്തൊക്കെ വരുന്ന നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ ഇതിന് ഉപരിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ
അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഫറൽ. ഇപ്പം പലപ്പോഴും എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം, പല രീതിയിലുള്ള എൻഡോക്രൈൻ ഡിസോർഡേഴ്സും ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം, അതിന് തക്കതായിട്ടുള്ള റെഫറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിന്റെ പ്രിവലൻസ് നിലനിൽക്കുന്ന അതിന്റെ ആ ഡ്യൂറേഷൻ കുറയ്ക്കുക, അതിന്റെ പ്രിവലൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ തൃതീയമായിട്ടുള്ള ലെവലാണ് നമ്മൾ ടെർഷറി പ്രിവെൻഷൻ. അപ്പൊ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യുന്ന ഒരു പുനരധിവാസ പ്രവർത്തനമാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താ, ഇറ്റ് ഈസ് എയിംഡ് അറ്റ് എന്താണ് ഹോൾ ഓഫ് ഇറ്റ് ഈസ് activities, and the whole of all the activities directed at maximizing recovery opportunities and minimizing disabilities ആണ്. അതിന്റെ റിക്കവറി എത്രത്തോളം അസുഖത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് റിക്കവറി ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ അത് ഡിസബിലിറ്റി എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതും ഒരു സിസ്റ്റമാറ്റിക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബാണ്. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും അത് ഹോം ബേസ്ഡ് ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടും അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടും പല പല വിശാലമായിട്ടുള്ള മേഖലകളുണ്ട്. അപ്പം ഇതില് നമ്മൾ അവരെ സോഷ്യലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള സ്കിൽ ഡെവലപ്മെന്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം റീഹാബിലിറ്റേഷന്റെ ഭാഗമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇതുപോലെ തന്നെ ഒരേ തരത്തിലുള്ള രോഗങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സുകൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവീസസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട സർവീസസ് ഏകോപിപ്പിക്കുന്ന കേസ് മാനേജ്മെന്റ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതേപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒരു സമൂഹം വളരെ പിന്നോക്കമാണ്. റീഹാബിലിറ്റേഷൻ പലപ്പോഴും ഒരു അസുഖത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുക, ഫോളോ അപ്പ് വിസിറ്റിന് വരിക, അതിലുപരിയായിട്ടുള്ളൊരു കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. അത് പിന്നെ നമ്മൾ കൺസൾട്ടേഷൻ വരുന്ന ആൾക്കാരോട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളല്ലാതെ ഇതൊരു വലിയൊരു വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ അതിന്റെ സർവീസസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് തക്കമുള്ള ട്രെയിനിങ് ഉള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അഭാവം, അതുപോലെ തന്നെ സർവീസ് ഡെവലപ്മെന്റിന്റെ അഭാവം, അതിന്റെ റിസോഴ്സസിന്റെ അഭാവം, ഇതെല്ലാം വളരെ പരിമിതികൾ നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് പലപ്പോഴും പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കുന്നവരുടേതായിട്ടുള്ള റെസ്പോൺസ് ഇവിടെ ബെറ്റർ ആണ്. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർപെച്വേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ അസുഖത്തെ രണ്ട് രീതിയിൽ നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരാൾ 17-18 വയസ്സായി കഴിഞ്ഞാൽ അവിടെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ആയതുകൊണ്ട് പിന്നെ അവന്റെ ഉത്തരവാദിത്വം അവന് തന്നെയാണ്. കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ അവരുടെ വിവാഹങ്ങളൊക്കെ വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവരൊന്നും പിന്നെ അത് കഴിഞ്ഞ് നോക്കാൻ സന്നദ്ധരാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പക്ഷെ ഫാമിലി എന്ന് പറയുന്നതും പല സോഷ്യൽ ഓർഗനൈസേഷൻ, റിലീജിയസ് ഓർഗനൈസേഷൻസ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലാണ്. ഒരു പക്ഷേ അതേപോലെ തന്നെ നാച്ചുറൽ ഇപ്പൊ സ്കിസോഫ്രീനിയ, ഇന്റർനാഷണൽ പൈലറ്റ് സ്റ്റഡി ഓഫ് സ്കിസോഫ്രീനിയയിൽ തോന്നുന്നത് അവികസിത രാജ്യങ്ങളിൽ സ്കിസോഫ്രീനിയയുടേതായിട്ടുള്ള പ്രോഗ്നോസിസ് ബെറ്റർ ആണ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഹൈലി ഇതായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സൊസൈറ്റിയിൽ ശരിക്കും അവർ വളരെയധികം സ്കില്ലുകൾ വേണം. അതേപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു മെയിൻലി അഗ്രേറിയൻ സൊസൈറ്റിയിലെ നാച്ചുറൽ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ടും കമ്മ്യൂണിറ്റി സപ്പോർട്ടും അതുപോലെ റിലീജിയസ് സപ്പോർട്ടും ഒക്കെയുള്ള ആ ഓറിയന്റേഷൻ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കൂടുതലായതുകൊണ്ടുമാണ് ഇവിടെ കുറച്ചുകൂടെ മെച്ചമാണ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഈ രോഗങ്ങളുടെ പരിണതി അല്ലെങ്കിൽ പ്രോഗ്നോസിസ്. അപ്പൊ ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അക്കാഡമിക് ലെവലിൽ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗം ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പ്രിവെന്റിങ് ഡിസീസ് ഫ്രം ഒക്കറിങ്, അതുപോലെ തന്നെ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉടനെ കണ്ടെത്തി അത് ചികിത്സിച്ച് അത് പഴയ നിലയിലാക്കുക.
ഡിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആക്റ്റീവ് ആക്കി അതിനകത്ത് മാക്സിമം ഒരു റിക്കവറിയും അവരുടെ മാക്സിമം റിക്കവറിയിലേക്ക് നയിക്കുക. അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി കുറയ്ക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന അക്കാഡമിക് ലെവലിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡോക്ടർക്ക് മാത്രമായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിന് മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് അതാണ് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇപ്പൊ ജനിതകമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചും മറ്റുള്ള കാര്യം. പ്രൈമറി പ്രിവെൻഷൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതിനകത്ത് നമ്മളുള്ള കാര്യം ഇപ്പം മാനസിക ആരോഗ്യ രോഗ അവസ്ഥകളുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഈ ജെനറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ജെനറ്റിക് സ്റ്റഡീസ് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഇപ്പൊ സ്കിസോഫ്രീനിയ ഉള്ള രോഗാവസ്ഥയിൽ ഇപ്പം ഒരു 2 പേരൻസിനും സ്കിസോഫ്രീനിയ രോഗബാധ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാകാനുള്ള സാധ്യത ഏകദേശം 40%. അതുപോലെ മോണോസൈഗോട്ടിക് ടീൻസ് ആണെങ്കിൽ ഏകദേശം 47%. അപ്പൊ ജെനറ്റിക് ഇൻഫ്ലുവൻസ് വളരെയധികം ഉള്ള ഒരു രോഗാവസ്ഥയുള്ള ആൾക്കാർ മാരേജ് കഴിക്കേണ്ട അവരുടെ ഫങ്ഷനിങ് ലെവൽ അനുസരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് അതിന് മുന്നോടിയായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ മെന്റൽ ട്രഡീഷൻ പ്രിവെന്റ് ചെയ്യുന്നുള്ള അനോമലി സ്കാനിങ്. ഇപ്പൊ ഉദാഹരണത്തിന് മംഗോളിസത്തിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറാണ് എന്താണ് ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ്. ഇപ്പോൾ ഒരു 35 വയസ്സൊക്കെ ശേഷം ഒരാൾ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെതായിട്ടുള്ള അനോമലി സ്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഈ പ്രൈമറി പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടും സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷറി ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. ഏർലി ഇന്റർവെൻഷന് വേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നതായിട്ടുള്ള അപകർഷതാബോധമാണ്. എന്നുവെച്ചാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇന്നും നിൽക്കുന്ന വളരെ എൻ്റെ സ്റ്റീരിയോ ടൈപ്പുകളും അതിൻ്റെ കുറെ കാര്യങ്ങളുണ്ട്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പം ആ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ, ഈ അപകർഷതാബോധം കഴിഞ്ഞ് ടൈംലി ഇന്റർവെൻഷൻ ആവശ്യമായിട്ടുള്ള കേസുകൾ അത് ലഭ്യമാക്കുക, അതിനുവേണ്ടിയുള്ളൊരു സാമൂഹ്യ അവബോധം വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോളജിക്കൽ ഓട്ടോപ്സി സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നടത്തിയ പഠനങ്ങൾ ഏകദേശം 60% ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിഷാദ രോഗത്തിൻ്റെതായിട്ടുള്ള വലിയ സ്വാധീനം അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ സ്ക്രീനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻസും സൂയിസൈഡ് ഇന്റർവെൻഷൻസും ഒക്കെ വളരെ അപ്രോപ്രിയേറ്റ് ഉള്ള ട്രീറ്റ്മെന്റും ഇന്റർവെൻഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് നമ്മൾ പ്രിവെൻഷനെ കുറിച്ച് പറയാനുള്ളത്. വളരെ വ്യാപ്തമായിട്ടുള്ളൊരു ഫീൽഡാണ് ഇതിനെക്കുറിച്ചുള്ളത്. രണ്ടാമതായിട്ടുള്ള നമ്മൾ പറയുന്നത് എവിടെയാണ് അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ആസ്പെക്ട്സിൽ നമ്മൾ പ്രധാനമായിട്ട് മെന്റൽ ഹെൽത്ത് ആണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും ആദ്യമായിട്ടുള്ളത് ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ഡയഗ്നോസിസ് ആണ്. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രോബ്ലമായിട്ട് വരുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്, അതെന്താണ്, അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു ഡയഗ്നോസ്റ്റിക് ഫോർമുലേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് അത് ബേസ്ഡ് ആയിട്ടാണ് നമ്മളൊരു ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം പലപ്പോഴും നമുക്കറിയാം ഇപ്പം എന്താണ് സാധാരണ ആൾക്കാർക്കുള്ള അവയർനെസ് വളരെ കുറവായിട്ടുള്ള പോലെ മേഖലയുണ്ട്. ഇപ്പൊ ഞങ്ങൾ വളരെയധികം പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ഡിമെൻഷ്യ ആയിരിക്കും. ഡിമെൻഷ്യ നമുക്ക് കാണുമ്പോൾ തന്നെ അതിനെ കേസ് ഹിസ്റ്ററി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്ര ഒരു 10, 80, 85, 90 വയസ്സുള്ള ഒരാൾ രാത്രി കാലങ്ങളിൽ തലയണ നുള്ളിപ്പറിക്കുന്നു, അല്ലെങ്കിൽ കട്ടിലിന് താഴെ മൂത്രം ഒഴിക്കുന്നു, ആൾക്കാരെ തിരിച്ചറിയാൻ. പക്ഷെ ഇവർ പലപ്പോഴും വീട്ടുകാർ വരുമ്പം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് ഈ പഴയ കാലത്തെ കാര്യങ്ങൾ പറയാനുള്ള പ്രവണത കൂടുതലായിരിക്കും. ഇത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കിടവരും.
അപ്പം അവര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ പഴയ അപ്പച്ചന് പഴയ കാര്യമെല്ലാം ഓർമ്മയുണ്ടല്ലോ, അമ്മച്ചിക്ക് പഴയ കാര്യമെല്ലാം ഓർമ്മയുണ്ടല്ലോ, അപ്പൊ ഓർമ്മയില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? പക്ഷെ നമ്മളൊരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ, നമ്മൾ ഇന്റർവ്യൂ സെറ്റിങ്ങിൽ ഇപ്പം കൂടെ വന്നിരിക്കുന്ന മകനെയോ മകളെയോ ചൂണ്ടിക്കാണിച്ച് ആരാണോ എന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഓർമ്മക്കുറവ്, ഇപ്പൊ മകനെ പേര് പറഞ്ഞാലും ചിലപ്പം മരുമകളുടെ പേര് പറയില്ല, കൊച്ചുമക്കളുടെ പേര് പറയില്ല, മക്കളുടെ എണ്ണം തന്നെ പലപ്പോഴും, ഇപ്പൊ ഒരു അമ്മ പ്രസവിച്ച മക്കളുടെ എണ്ണം തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഓർമ്മക്കുറവുണ്ടെന്ന് തന്നെ അതിനകത്ത് ഉദ്ദേശിക്കണം. അപ്പൊ അവിടെ വരുമ്പോൾ ഉള്ള കാര്യം ഇപ്പോഴേ ഞാൻ ഈ ഒരു പോസ്റ്റ് കോവിഡ് സ്റ്റേറ്റിൽ നമ്മുടെ ക്ലിനിക്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏജ് ഗ്രൂപ്പ് കുറെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഉള്ള കാര്യം പണ്ട് കാലത്തൊക്കെ ഒരു 70-75 ശേഷമാണെങ്കിൽ ഇപ്പൊ ഒത്തിരി അധികം ആൾക്കാര് 68, 70, 75 ആ ഒരു റേഞ്ചില് ഉള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം, ഇതിപ്പോ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അസുഖമാണ്. അതിന്റെ കൂടെ ഉണ്ടാകുന്ന ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ് എന്ന് പറയും. അപ്പൊ അത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിമെൻഷ്യ കേസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 10 to 15% ചിലപ്പം അതിനകത്ത് ട്രീറ്റബിൾ ആയിട്ടുള്ള കോഴ്സ് കാണാം. അപ്പൊ നമ്മൾ അതിനകത്ത് പലപ്പോഴും അതിനകത്തൊരു സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെഫർ ചെയ്ത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇത് വിടുകയാണ്. അതേപോലെ തന്നെ വേറെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പൊ അവിടെ ആദ്യമായിട്ട് നമ്മളിത് ഏറ്റവും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യം ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഇതാണോ എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒത്തിരി കേസുകൾ എൻ്റെ അവിടെ വന്ന് എനിക്ക് റെഫർ ചെയ്ത് വിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊരു റിലേറ്റീവ്സ് ഒരാള് ഓരോ എനി അബ്നോർമൽ ബിഹേവിയർ ഈസ് ഇക്വേറ്റഡ് വിത്ത് എ സൈക്യാട്രിക് പ്രോബ്ലം. അപ്പൊ അതിനകത്ത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പല ആൾക്കാരും ചിന്തിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരാളെ കൊണ്ടുവന്നു, എനിക്കൊന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് കണ്ടാണ് ദൂരെയുള്ള. അപ്പൊ അതിനകത്ത് കാണുന്ന ഒരു ഡിസ്ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അയാൾ കൂടുതൽ വൈഫ് പ്രായമുള്ളതാണ്, ആ സ്ത്രീയോട് കൂടുതൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയർ കാണിക്കുന്നു. അപ്പൊ അതിനകത്ത് ഉള്ള കാര്യം ഇയാൾ ദൂരെയായിരുന്നു. അപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആവുന്ന കാലത്ത് സെക്ഷൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അവസാനം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അൺസ്റ്റഡിനെസ് ഉണ്ട്, യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട്. വിട്ട് കഴിഞ്ഞപ്പോൾ അത് നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറയുന്ന ഒരു ഇതായിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. തലച്ചോറിനകത്തുള്ള സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വർദ്ധിപ്പിച്ച് തലച്ചോറിനെ വീകുന്ന, തലച്ചോറിന്റെ വെൻട്രിക്കിൾസ് വലുതാകുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് ഒരു ഫിസിഷ്യൻ റെഫർ ചെയ്ത കേസ്, അത് അദ്ദേഹത്തിന്റെ ഒരു അധികം ഒരു 10, 68, 70 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ ക്രോണിക് സ്മോക്കറാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡിക്കായിട്ട് പുള്ളിക്കാരൻ ഒരു സ്ത്രീ കൊച്ചുമക്കളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് വസ്ത്രം റിമൂവ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു കാര്യം. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ക്രോണിക്, ഇദ്ദേഹം ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിനകത്തുള്ള ഓക്സിജനേഷൻ ഇടയ്ക്ക് ശരിയാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറയുമ്പോൾ അദ്ദേഹം ഡെലീറിയസ് ആകുകയും ആ സമയത്ത് ഓരോ തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ ഞാനത് എനിക്ക് ഹിസ്റ്ററി എടുത്ത സാച്ചുറേഷൻ ഒക്കെ ലോ ആണ്. അതൊരു പൾമിനോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ആദ്യമേ അത് ആ ശാരീരിക പ്രശ്നം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം വരുമ്പോഴൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അത്രയും ഈ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഈ മാനസിക അവസ്ഥയെ ബാധിക്കും എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാകണമെന്നില്ല. അവരൊക്കെ അതുപോലെ തന്നെയാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാര് വരുമ്പം, അതുപോലെ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, എൻസെഫലൈറ്റിസോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇന്റർവെൻഷൻസ് ആണ്. പലപ്പോഴും ഉള്ള കാര്യം ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്നത് നമ്മളിപ്പോൾ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതികളിലാണ് പോകുന്നത്. എല്ലാ അസുഖാവസ്ഥകൾക്കും ആദ്യമേ ഡയഗ്നോസിസ്, ആ ഡയഗ്നോസിസിന്റെ പ്രധാനപ്പെട്ട ചികിത്സാവിധി എന്താണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഓപ്ഷൻ അല്ല. ഇപ്പൊ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് ഡിസോർഡർ, അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ബൈപ്പോളർ മൂഡ് ഡിസോർഡർ, മാനിക് എക്സൈറ്റ്മെന്റ്, ആ എക്സൈറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ
ബേസിക്കലി ഔഷധ ചികിത്സ തന്നെ വേണ്ടി വരും. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്ടർ ചെയ്ത് കൗൺസിലിംഗ് മാത്രം ഇത് മതിയാവുമോ, അത് ഇത് ചെയ്യും. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നിൽക്കില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഉള്ള കാര്യം ഇതേപോലുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിന്റെ ഒരു വലിയ വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ദിവസം എത്ര നാൾ ചികിത്സിക്കപ്പെടാതെ പോകുന്നു, പല അസുഖങ്ങളും അത്രത്തോളം ദീർഘസ്ഥായി ക്രോണിസിറ്റി അറ്റൈൻ ചെയ്യും. പലപ്പോഴും സ്കിസോഫ്രനിക് സിംറ്റംസ് ഒക്കെ പലപ്പോഴും മാറാത്തതിന്റെ കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടും വളരെയധികം നാളുകൾ ഈ ഇന്റർവെൻഷൻസ് താമസിക്കും. ഒരു 2 വർഷത്തിലധികം തുടർച്ചയായിട്ട് സിംറ്റംസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പിന്നെ ഒരു ക്രോണിക് വിഭാഗത്തിലേക്ക് മാറുകയാണ് പതിവ്. അപ്പൊ അത് ആ ക്രോണിസിറ്റി അല്ലെങ്കിൽ ദീർഘസ്ഥായിലായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാനായിട്ട് മടി വരും. അതുപോലെ ആവർത്തിച്ചു വരുന്ന രോഗങ്ങളാണെങ്കിലും നമ്മളുള്ള കാര്യം പലപ്പോഴും ഇപ്പം 1 വർഷം 2 വർഷം ഇടവിട്ട് ആവർത്തിച്ചു വരുന്നു, അല്ലെങ്കിൽ എല്ലാ വർഷവും ആവർത്തിക്കുന്നു. അത് എപ്പിസോഡിക്കായിട്ട് മാറിക്കഴിഞ്ഞാലും ഈ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെന്റ്, അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഓരോ അസുഖത്തിനും ഒരു ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ട്. അല്ലാതെ അത് നമ്മളിപ്പോൾ ഉള്ള കാര്യം ഇന്റർനാഷണലൈസ്ഡ് ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത ചികിത്സാ പദ്ധതികൾ, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഓരോ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസും ആ പ്രോട്ടോകോൾസും അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അഡ്യർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഫലമുണ്ടാകുന്നത്. അപ്പൊ അതേപോലെ തന്നെ ചെറിയ ഇതായിട്ടുള്ള ഏതെങ്കിലും ജീവിത ആഘാതങ്ങളും മറ്റുള്ള കാര്യങ്ങളും, മാരിറ്റൽ ഇഷ്യൂസ്, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസും മറ്റുള്ള കാര്യങ്ങൾ, ഫാമിലി ഇന്റർവെൻഷൻസ് ഒക്കെ വളരെ നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ മാനസികാരോഗ്യ പ്രശ്നത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ സൈക്കോളജിക്കൽ ഇൻവോൾവ്മെന്റ്, ടെക്നോളജിയുടെ അതിപ്രസരം ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അതില് വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈവാഹിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഭാര്യയുടെ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടുപിടിക്കുക, മെസ്സേജ് കണ്ടുപിടിക്കുക, ഭർത്താവിന്റെ അവിഹിത ബന്ധം ഭാര്യ കണ്ടുപിടിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന അടിയും പിടിയും ബഹളവും ഒക്കെ ആയിട്ട് പലപ്പോഴും നമുക്ക് വലിയ ഒരു നല്ല ജെന്യുവിനായിട്ടുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കയറി വരുന്നത്. പലപ്പോഴും കൊണ്ട് വളരെയധികം കൂടുന്നുണ്ട്. വളരെ ഫാമിലി പ്രോബ്ലംസും അതുപോലെ തന്നെ കുട്ടികളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ പിന്നെ വിട്ടുപോകുന്ന കാര്യം, ഇപ്പം നമ്മുടെ പുതിയ ഒരു ജനറേഷൻ, ജെൻസി എന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതാണ് ഡ്രഗും ആൽക്കഹോളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ ഞാൻ പറയുന്നത് പുതുതായിട്ടുള്ള ഈ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഡയഗ്നോസിസ്, ആ ഡയഗ്നോസിസിന് ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ ഇന്നത്തെ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള ഇന്റർവെൻഷനാണ് കൊടുക്കേണ്ടത്, അതിന്റെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഇപ്പോൾ ഓരോ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം അനുസരിച്ചും ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈപ്പ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ട്. അപ്പോൾ സൈക്യാട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം, ഇതിനെല്ലാം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാനേജ്മെന്റ്, കോംപ്രിഹെൻസീവ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു സൈക്യാട്രിക് മാനേജ്മെന്റ്, സീരിയസ് സൈക്യാട്രിക് മാനേജ്മെന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, സൈക്കോ സോഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമ്മുടെ ഇതിലുള്ള ഒരു കാര്യം, ഈ ടീം ബിൽഡിങ്ങും കോർഡിനേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ന് ഒരു പ്രായോഗികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു ടീം കോൺസെപ്റ്റും അതുപോലെ തന്നെയുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് തമ്മിലുള്ള കൊളാബറേഷൻസും പലപ്പോഴും കുറവാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പരിമിതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ മാനസികാരോഗ്യ മെന്റൽ ഹെൽത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതായിട്ട് പ്രശ്നങ്ങൾ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതിപ്പോ ഇപ്പൊ ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറോ മാത്രം ചിന്തിച്ചാൽ അത് മാറുന്ന ഒരു കാര്യമല്ല.
എല്ലാ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സ്, എല്ലാ ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ടേ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് ഓരോ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും അതുപോലെ തന്നെ പേരൻസിൻ്റെ പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ആണെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ മാക്സിമം ഓർഗനൈസ് ചെയ്ത് അതിന്റെ അവബോധം വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ അപേക്ഷിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആൾക്കാർ ഹെൽപ്പ് സീക്കിങ്ങിനുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടി വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് നേരത്തെ അപേക്ഷിച്ച്. അതേപോലെ പ്രശ്നങ്ങളും കൂടി വരുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളിലുള്ള ഒരു ഡ്രഗ്സ്, ആൽക്കഹോള്, വയലൻസ്, അതേപോലെ തന്നെയുള്ള പല പല ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, വളരെ പണ്ട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ റാഗിങ്, അക്രമങ്ങൾ, ഇതൊക്കെ വളരെ നല്ല നിശിതമായിട്ടുള്ള വളരെ അനലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പണ്ട് കണ്ടിട്ടില്ലാത്ത സഹപാഠികളെ തന്നെ ആക്രമിക്കുന്ന ഒരു പ്രക്രിയ, സഹപാഠികളെ കൊലപ്പെടുത്തുന്ന പ്രക്രിയ, അതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണ്. അതൊരു പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ഒരു മേഖലയും അതിനുള്ള സൊല്യൂഷൻസും ശാസ്ത്രീയമായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്ത്, നമുക്ക് അറിയേണ്ട ഇതിന്റെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇൻ നട്ഷൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പൊ നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെ എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സമീകൃതമായിട്ടുള്ള ആഹാരം, ന്യൂട്രീഷ്യസ്, ഏത് ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്ററി പ്രാക്ടീസസ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് ഇപ്പോൾ ഡിമെൻഷ്യ പ്രിവെൻഷൻ ആണെങ്കിൽ, ഏത് അസുഖമാണെങ്കിലും, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഏത് ഇതാണെങ്കിലും എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. അതേപോലെ തന്നെ റിലാക്സേഷൻ, മനസ്സിന്റെ ഇതിനു വേണ്ടിയുള്ള റിലാക്സേഷൻസ്, മെഡിറ്റേഷൻസ്, മറ്റുള്ള കാര്യങ്ങൾ. അടുത്തൊരു കാര്യം, ഇപ്പം ഒരു പുതിയ തലമുറയ്ക്ക് ഏറ്റവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഹൈജീൻ. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ഋതമുണ്ട്. ആ ഋതവും നമ്മുടെ ബാഹ്യമായ ദൈനംദിന എന്താണ്, ചന്ദ്രന് സൂര്യൻ ഉദിക്കുന്നു, അതുപോലെ തന്നെ അസ്തമിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതലാമസും ഈ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായിട്ട് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു രീതികളാണ് പലപ്പോഴും നമ്മുടെ ഈ ഇന്ന് സ്ലീപ്പ് ഹൈജീൻ വളരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കം, പല ആൾക്കാരും ഒരു അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു 1-2 മണിയായാലും ഉറങ്ങാതിരിക്കുക, ആ സമയത്ത് മൊബൈലിൽ മാന്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ റീൽസ് കാണുക, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതചര്യകൾ ആകെപ്പാടെ മാറും. പിന്നെ അവോയ്ഡൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള ലിങ്കിങ്, സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലത് തോന്നിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, നമുക്ക് സോ ദാറ്റ് വി വിൽ ഫീൽ ഗുഡ്. അപ്പം അവിടെ ഇങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിന്റെ ഒരു ലിമിറ്റ് വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആർക്കെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾസോ എനിക്ക് തോന്നുന്നു കാണുമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എല്ലാവർക്കും സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് പറയാനായിട്ടുള്ളൊരു സ്പേസ് തരാം എന്നാണ് വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി സർ. ഒരു നട്ഷെല്ലിൽ സർ ഞങ്ങൾക്ക് നല്ലൊരു അവയർനെസ് തന്നു. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് സീക്കിംഗ് ഹെൽപ്പ്, അത് ഏർലി തന്നെ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം ബെറ്റർ ആകാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി. ഒഫീഷ്യലി സാറിന്റെ അടുത്ത് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് പ്രചോദനയുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കല മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടാവും. അത് ചോദിക്കാനുള്ള ഒരു അവസരവും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തരുന്നതായിരിക്കും. കല മാം. ഹലോ, കേക്കാലോ അല്ലെ? ഓഡിയബിൾ ആണല്ലോ. നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ ശരിക്കും ഒരു 3 സ്റ്റേജസ് ഓഫ് പ്രിവെൻഷൻ എങ്ങനെ വേണം മാനസികാരോഗ്യത്തിന് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഷാജി സാറിന് നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അതില് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ തുടങ്ങേണ്ടതാണ് നമ്മളുടെ ഈ ഒരു പ്രിവെൻഷൻ എന്നുള്ളത്. ഞാൻ എൻ്റെ MPhil റിസർച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലായിരുന്നു. അവരുടെ ആങ്സൈറ്റി സ്കെയിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. പിന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു തെറപ്പി എത്രമാത്രം ഈ ആങ്സൈറ്റിക്ക് പിന്നെ പറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നു. ആ സ്കെയിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും തന്നെ ആങ്സൈറ്റി ഉണ്ട്. ആ ഒരു സമയത്ത് അമ്മയുടെ മാനസിക വിചാരങ്ങളെല്ലാം കുട്ടിയിലേക്ക് ബാധിക്കുന്നുണ്ട് എന്നെല്ലാം പക്ഷെ നമ്മളുടെ സമൂഹം ഇപ്പോഴും ആ ഒരു അവയർനെസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു കോൺഷ്യസ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സമൂഹം ഇനിയെങ്കിലും എത്തേണ്ടതുണ്ടെന്നൊക്കെ ഉള്ള ഒരു വിവരമാണ് നമുക്കിപ്പം സാർ പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ സാറിന് ഏറ്റവും നന്നായിട്ട് ഈ ഒരു സെഷനിൽ നിന്ന് ഇത്രയും അറിവ് നമുക്ക് തന്നു. സാറിന് ഡോക്ടർ ഷാജി സാറിന് ഏറ്റവും ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അതേപോലെ നമ്മളുടെ ഇത്രയും ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും തന്നെ ഓഡിയൻസ് ഒക്കെ നമുക്ക് ഇന്നും കയറുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ ഈ ടോക്കിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ എല്ലാ ഓഡിയൻസിനും പ്രത്യേകം ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ എപ്പോഴും നമുക്ക് പ്രചോദനം തരുന്ന ആളുകളെ തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രചോദനയ്ക്കും ഒരുപാട് നന്ദി. അതേപോലെ ഡെന്റൽ അസോസിയേഷൻ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഇത്രയും ആളുകളെയൊക്കെ നമുക്ക് ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുന്നത് ഡെന്റൽ അസോസിയേഷന്റെയും അതുപോലെ KCF കൗൺസിലേഴ്സ് ഫോറം അതിലും ഒരുപാട് ആളുകൾ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, താങ്ക് യു. താങ്ക് യു കല മാം. നൗ ആർക്കെങ്കിലും സാറിന്റെ അടുത്ത് ഈ പറഞ്ഞത് അല്ലാന്നാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ് സാർ നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും, ആർക്കും ഡൗട്ട് ഇല്ല സർ. ആലിസ് മാം, അതെ, ആസ് പെർ ചാറ്റില് ഒരു ഇതുണ്ട്, ഓപ്പൺ ചെയ്യട്ടെ. As per Trump's declaration about autism regarding September 22nd, that vaccination is the reason behind it. According to your opinion, how much you are related to this? As we are seeing the rate of children diagnosed with autism is increasing. ട്രംപ് അമേരിക്ക ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു കമന്റിനോട് എതിരഭിപ്രായം പറയാൻ തക്കവണ്ണ ഒരു വ്യക്തിയാണോ ഞാനെന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. എങ്കിലും ഇതിന് ഈ ലിയോ കാനർ ഓട്ടിസം ഡിസ്ക്രൈബ് ചെയ്ത ഒരു കാലഘട്ടവും ഇതിന് അന്നൊന്നും ഈ വാക്സിനേഷന്റെ ഒക്കെ 1940s ഇത്രയധികം വാക്സിനേഷൻ ഒന്നും ഇല്ലാത്ത കാലത്തൊക്കെയാണ് ഈ ലിയോ കാനർ ഓട്ടിസം ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ന്യൂറോ ഡെവലപ്മെന്റ്. അത് വാക്സിനേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ആരോപിക്കുമ്പോൾ നമുക്കൊരു കാര്യം, നമ്മളെ ഈ ആദിവാസികളിൽ കാണുന്ന സിക്കിൾ സെൽ അനീമിയക്ക് കാരണം എന്ത് വാക്സിനേഷനാണ് അല്ലെ? എന്തെല്ലാം രോഗങ്ങൾ അവിടെ ആദിവാസി, ഇത് ഒരു മോഡേൺ മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കൊടുങ്കാടുകളിലൊക്കെ വസിക്കുന്നതായിട്ടുള്ള ആദിവാസി സമൂഹങ്ങളിലൊക്കെ എത്രയോ ജെനറ്റിക് ഡിസീസസ് ഉണ്ട്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ഇൻ വിച്ച് നമ്മുടേതായിട്ടുള്ള ന്യൂറോൺസിൽ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്കതൊരു ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഏത് ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവിലും ഡെവലപ്മെന്റ് എല്ലാം ഇതായിരിക്കണമെന്നില്ല. നമുക്കറിയാം എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല. അപ്പൊ അങ്ങനെ ഡീവിയന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ് അതിനകത്ത് വാക്സിനേഷനുമായിട്ട് വലിയ ബന്ധപ്പെട്ട് അങ്ങനെ പറയാൻ നമുക്കിനി വാക്സിനേഷന് ചെലവാക്കുന്ന പൈസയെ ഓർത്തിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മിസ്റ്റർ ട്രംപ് അങ്ങനെ പ്രതികരിച്ചത്. അദ്ദേഹം ഇപ്പം പലപ്പോഴും ഉള്ള കാര്യം പല അഭിപ്രായങ്ങൾ എന്താണ് നമ്മുടെ ഹാവാർഡും അതുപോലെ തന്നെ
ഇതിനകത്തുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ ഒരു വിദ്യാഭ്യാസം ഒരു പാഴ്ചെലവാണ് എന്ന് കരുതുന്ന ഒരു ഭരണാധികാരിയാണ് മിസ്റ്റർ ട്രംപ്. അപ്പൊ അദ്ദേഹം പലതും പറയും. അദ്ദേഹത്തിന് പലപ്പോഴും അതിനകത്തൊരു സയന്റിഫിക് ബേസിസോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എക്കണോമിക്സ്. മനസ്സിലായല്ലോ? ഇപ്പൊ എന്താ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്നുള്ളതാണ് ട്രംപിന്റെ ഫിലോസഫി. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എത്തിക്സോ മോറൽസോ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പം അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വിശകലനത്തിന് വിധേയമാക്കാൻ ഇത് മാത്രമല്ല, അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മള് ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ഒക്കെയുള്ള പുള്ളിയുടെ അഭിപ്രായങ്ങൾ വളരെ 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 അൺസയന്റിഫിക് ആണെന്ന് പറയാം. പ്രാകൃതം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അൺസയന്റിഫിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ അടുത്ത കാലത്തല്ല, കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ഇറ്റ് ഗോട്ട് ഡീകൺസ്ട്രക്റ്റഡ്. നമ്മള് യുഗങ്ങളായിട്ട് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അത് അങ്ങനെ അല്ല എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ. ഇതിനകത്ത് നമ്മൾ ഏതിൻ്റെ ആണെങ്കിലും സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ കാര്യങ്ങളെ വിശകലനം ചെയ്യുക. ഒരു ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ ബോഡി ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാൻ. അല്ലാതെ നമ്മുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതൊരു കോമൺ സെൻസ് നോളജിൻ്റെതായിട്ടുള്ള ഒരു ഡിഫക്റ്റ് അതിനകത്ത് ഉണ്ടാകും. അതല്ല, നമുക്ക് ഇന്നുള്ള കാര്യം നമുക്ക് എന്താണെങ്കിലും, ഇപ്പോൾ ഓട്ടിസം ആണെങ്കിലും ഹ്യൂമൻ സെക്ഷുവാലിറ്റി ആണെങ്കിലും അല്ലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന ബോഡി ഓഫ് എന്ത് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, സൈക്യാട്രി ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഫിലോസഫി ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഇതിനകത്തെ ഉള്ള വിശകലനങ്ങളാണ് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതുപോലെ തന്നെ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോ പ്രശ്നത്തെ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ആ ന്യൂറോ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ സോഷ്യൽ ഇന്ററാക്ഷൻ, ഡീവിയൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് റിപ്പർട്ടോർ ഓഫ് ആക്ടിവിറ്റീസ്. അതിന് തന്നെ പല ഗ്രേഡ്. ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഓട്ടിസം ഉണ്ട്. അത് പല രോഗങ്ങളിലും അതിന്റെ ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സ് കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ വാലിഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഈ ഇതേപോലെ ലോകമാസകലമുള്ള എക്സ്പേർട്സ് ഇരുന്ന് ഇത് ചെയ്യുന്നതിനകത്ത് അതേപോലെയുള്ള ഒരു എക്സ്പേർട്സിന് മാത്രമേ അതിന് ലോജിക്കലായിട്ട് കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു അവകാശവും അധികാരവും ഉള്ളൂ. ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ വേറൊരു ഇതിനെക്കുറിച്ച് ഒരിക്കലും അജ്ഞത ഒരു വാദമുഖമല്ല എന്ന് പറഞ്ഞത് ഫ്രെഡറിക് ഏംഗൽസ് ആണ്. ഇതിനെക്കുറിച്ച് തികച്ചും അജ്ഞമായിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം ഓട്ടിസത്തിൽ റിസർച്ച് നടത്തിയിട്ടാണോ പറയുന്നത്? അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു കാര്യം ഈ എന്ത് വാക്സിനേഷൻ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാം, അല്ലേ? അതിനകത്ത് റിസ്ക് ഫാക്ടർ നമ്മളെങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയിൽ വെച്ച് വാക്സിനേഷൻ എടുത്ത ആൾക്കാരിലും എടുക്കാത്ത ആൾക്കാരിലും വളരെ റിഗറസ് ആയിട്ട് അൺബയാസ്ഡ് ആയിട്ട് ഉള്ള ഒരു സ്റ്റഡി നടത്തി അതിന്റെ ഫൈൻഡിങ്സ് പുറത്തു വന്ന് അത് ശാസ്ത്രലോകം അംഗീകരിക്കുമ്പോൾ നമ്മൾ ട്രംപിന്റെ വാദഗതി ഒരു പക്ഷെ ഞാനും അംഗീകരിച്ചെന്നിരിക്കും, അല്ലാതെ അംഗീകരിക്കില്ല. ഓക്കെ സർ. പിന്നെ ഒരു കമന്റ് വന്നേക്കണേ, എന്റെ മരുമകളുടെ അച്ഛൻ ഓർമ്മക്കുറവും ആളെ മനസ്സിലാകുന്നില്ല, മെഡിസിൻ അമൃതയിലാണ്, പക്ഷെ കൊച്ചുമക്കളും വാശിയും ഒക്കെ കൂടുന്നു. ഇദ്ദേഹത്തെ മകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് കുട്ടികളെ ഇപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല, എങ്കിലും ഇത്രയും നല്ല ക്ലാസ് കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. അദ്ദേഹം പട്ടാളത്തിൽ ലെഫ്റ്റനന്റ് ആണ്, രാഷ്ട്രപതിയുടെ അവാർഡ് വരെ മേടിച്ച വ്യക്തിയാണ്. പക്ഷെ ഇറ്റ് ഹാപ്പൻസ്, സർ പറഞ്ഞ പോലെ ആ ഒരു ഫിസിക്കൽ ചേഞ്ചസ്. അതിനൊക്കെ ഡിമെൻഷ്യ മാനേജ്മെന്റിൽ ഒരു വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ഈ ഡിമെൻഷ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവരുടെ ആളിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ കെയർ ഗിവേഴ്സിന്റെ ഡിസ്ട്രെസ് വളരെ എങ്ങനെ കുറയ്ക്കാം. അപ്പൊ അത് വളരെ നമുക്കിന്ന് ഒരു അഡ്രസ് ചെയ്യാത്തൊരു മേഖലയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഡിമെൻഷ്യ റീഹാബിലിറ്റേഷൻ, ഞാൻ ആ ഒരു ഫീൽഡിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് പറയുകയാണ്. ഞങ്ങള്
ഈ ഡിമെൻഷ്യ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ കൊച്ചിയിൽ പാലാരിവട്ടത്ത് ഒരു സെന്റർ ഉണ്ടായിരുന്നു അതിന്റെ. അവിടെ ഒത്തിരി ഡിമെൻഷ്യ സപ്പോർട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് അവിടുത്തെ ബന്ധുക്കൾ, എനിക്ക് തോന്നുന്നു ഞാൻ ആ ബ്ലസ്സിയുടെ തന്മാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ വർക്കിലൊക്കെ, ബ്ലസ്സിയുടെ തന്മാത്രയെ മോഹൻലാൽ അവതരിച്ച കഥാപാത്രം അവിടുത്തെ നമ്മുടെ ഡേ കെയറിലുള്ള ഒരു പേഷ്യന്റിനെ മോഡൽ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറെ ആൾക്കാർ എനിക്ക് വളരെ, ഞാനത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു പുതിയൊരു പൈനിയറിങ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കെയർ ഗിവേഴ്സ് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഫിസിയോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് പുള്ളിയും പ്രൊഫസറായിരുന്നു. പുള്ളി ഡിമെൻഷ്യ ആയിട്ട് അവസാനം പുള്ളിയെ കണ്ടെത്തിയെന്ന് ചോദിക്കത്ത, പുള്ളി തട്ടുംപുറത്ത് കയറി അങ്ങ് മുകളില് സെന്റ് ആൽബർട്ട്സിന്റെ അടുത്തെങ്ങാണ്ട് ഒരു തറവാട് വീടാ. അപ്പൊ ഓട് പൊളിച്ച് മേളിൽ കയറിയിരുന്നു. അടുത്ത ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആൾക്കാർ നോക്കിയപ്പോൾ ഇദ്ദേഹം ഓടിന്റെ പുറത്തിരിക്കുന്നു. അവസാനം അവിടെ നിന്ന് ഇറക്കി, പിന്നെ അവസാനമൊക്കെ മാനേജ് ചെയ്യാതെ പുള്ളി ഡേ കെയറിലുണ്ടായിരുന്നു. അപ്പൊ ഡേ കെയറിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ മേഡം ഒക്കെ ആദ്യമേ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് കേട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു, അവരുടെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ അവസാനം അവരെ ആക്ച്വലി ഐ എംപവേർഡ് ദം. പിന്നെ പലപ്പോഴും ഞാൻ ഇല്ലാത്തപ്പം തന്നെ അവര് തന്നെ ആ കെയർ ഗിവേഴ്സ് തന്നെ ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് സെഷൻസിൽ വരുമ്പോൾ പലപ്പോഴും ഈ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ അത് ആ വീടിന്റെ ഒരു ട്രാജഡിയാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പം അവർക്ക് മനസ്സിലാവും ഒരു യൂണിവേഴ്സാലിറ്റി, ഇത് നമുക്ക് മാത്രമല്ല പലരും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങൾ പങ്കെടുക്കാനും, അപ്പൊ ഒരാൾ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കാനും പുതിയ പ്രോബ്ലം സോൾവിങ് ടെക്നീക്സ് മനസ്സിലാക്കാനും ഒക്കെയുള്ള എക്സ്പെർട്സിന്റെ സഹായത്തോടുകൂടി, അതായത് ഞാൻ പറഞ്ഞ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊന്നും അതൊക്കെ ഞാൻ നമ്മുടെ ഒരു സർവീസ് ഡെവലപ്മെന്റിന്റെ വലിയൊരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഡിമെൻഷ്യയിൽ എനിക്കിത് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് എന്റെ പ്രായോഗിക അനുഭവത്തിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ നോക്കി എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഡിമെൻഷ്യ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ഡിമെൻഷ്യ കെയർ ആൻഡ് മാനേജ്മെന്റിലെ മാസ്റ്റേഴ്സിന്റെ ഡിഗ്രി വരെ ഉണ്ട്. അപ്പൊ അത്ര വിശാലമായിട്ടൊരു മേഖലയാണ്. പക്ഷെ നമുക്ക് ഈ ബിഹേവിയറൽ സിംറ്റംസ് ഒക്കെ വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഈ ഞാൻ പറഞ്ഞ ഡിമെൻഷ്യ മാനേജ്മെന്റിൽ പലപ്പോഴും പല സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പൊ ബിഹേവിയറൽ മാനേജ്മെന്റിന്റെ ABC മോഡൽ ഓഫ് ബിഹേവിയർ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ കോഗ്നിഷൻ ഫോക്കസ്ഡ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, ഇമോഷൻ ഫോക്കസ്ഡ് ഉണ്ട്, വാലിഡേഷൻ തെറാപ്പി, റെമിനിസൻസ് തെറാപ്പി, അതേപോലെ തന്നെ ഒത്തിരി തരത്തിലുള്ള ഇതുണ്ട്. പിന്നെ സ്റ്റിമുലേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്, പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസും. ഇതൊക്കെ നമ്മൾ ആ ഡിമെൻഷ്യ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ചുകൂടെ ഒരു മാസ്റ്ററി ഉണ്ടാകും, അവർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാകും, നമുക്ക് കുറച്ചുകൂടെ മാനേജ്മെന്റ് സ്കിൽസ് നേടും. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതാണ്, ഒരു മേഖലയാണ്. പക്ഷെ സംതിങ് ക്യാൻ ബി ഡൺ അബൌട്ട് ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറിന്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്ന് കൊടുത്തോളൂ. ഉണ്ടല്ലോ, കൊടുക്കാമല്ലോ. ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ ചാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, സാറിന്റെ അടുത്ത് ആദ്യത്തെ ഡൗട്ട് ചോദിച്ചയാള് താങ്ക് യു സോ മച്ച് സർ ഫോർ സച്ച് എ വെൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ഹൗ മച്ച് സയന്റിഫിക് റീസണിങ് ഇസ് ദർ ഇൻ ഇറ്റ്. അതിനു വേണ്ടിയാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സർ. ആലിസ് മാം രണ്ടു വാക്ക്. ഇനി വേറെ ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് ആയിട്ട് സാറിന്റെ അടുത്ത് സംസാരം പറയണമെന്നുണ്ടെങ്കിൽ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ ഉഷ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്ത ആൾക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഇല്ലേ, അറിയാതെ ചെയ്തതായിരിക്കും. അതറിയാതെ ചെയ്ത അപ്പൊ മാഡം പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രിവെൻഷനെ കുറിച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് പ്രിവെൻഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകളാണെങ്കിലും നമുക്ക് അറിവായിട്ട് നമ്മുടെ അടുത്തുനിന്ന്, എന്റെയൊക്കെ അയൽവക്കത്ത് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് പറഞ്ഞാല് ഈ ഡെലിവറി കഴിയുമ്പം ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങള് എനിക്ക് തോന്നുന്നു കൂടുതലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനായിരിക്കും.
ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫോളോ അപ്പിനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ എൻ്റെ അടുത്തൊരു സംഭവം ഇങ്ങനെ ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചപ്പം അവൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഒരുപാട് വാശിയായിരുന്നു മാഡം, ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു സിംറ്റം ആണ്. അങ്ങനെ ഇല്ലാത്ത ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ളത് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് പലതും. അപ്പൊ കുറച്ചും കൂടി അതിനകത്തേക്ക് ഒരു അവയർനെസ് ആ ലോവർ ലെവലില്, ഇതൊരു ലോവർ ലെവലിൽ നടന്ന സംഭവമാണ് ഞാൻ അറിഞ്ഞത്. എന്നുവെച്ചാൽ കുറച്ച് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പം ഒരു ലോവർ ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പില്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഈ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ വരുമ്പം അവർക്കൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റെഫറൽ കേസ് എന്ന് പറഞ്ഞത്. സാറ് പറഞ്ഞല്ലോ, ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒതുങ്ങൂല, ഈ കൗൺസിലിംഗ് കേസിൽ ഒതുങ്ങൂല്ലെങ്കിൽ റെഫറലാണ്. അപ്പം എനിക്ക് ഒരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, സാറിന്റെ അടുത്ത് ഞാൻ റെഫർ ചെയ്തിട്ട് തിരിച്ചെന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ അവിടെ പോയാൽ വേറെ ആരെങ്കിലും അറിയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പം അങ്ങനെ ഒരു ആപ്രിഹെൻഷൻ ഉള്ളവരോട് നമ്മൾ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാറില്ല. ഇങ്ങനെ സാറിന്റെ പേഴ്സണൽ ഇതുണ്ട്, ക്ലിനിക് ഉണ്ട്, അവിടെ പോയാൽ മതി എന്നേ പറയുള്ളൂ. അപ്പൊ അതിലും ഒരു ഒരു സ്റ്റിഗ്മ ഇന്നില്ല, കുറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അതങ്ങനെ മാറിപ്പോയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ പ്രചോദനം ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ 10 ദിവസം ഇതുപോലെ ഒരു അവയർനെസ് 10 ലെവലിൽ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കേറുന്ന ആൾക്കാര് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്നാന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവയർനെസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 or 2 പേഴ്സണായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു വ്യാപ്തി കിട്ടുകയും, അതുപോലെ ഈ ലിങ്ക് നിങ്ങൾ എല്ലാവരിലായിട്ടൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് സാർ ചെലവഴിച്ചത്. അതിൽ നിന്നുള്ള എന്താ പറയാ, ഒരു ഇൻസൈറ്റ്, അവർക്ക് കിട്ടിയിരുന്ന ഇൻസൈറ്റ് അത് അവരും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. സാറാണ് പണ്ട് തുടക്കത്തിൽ പറഞ്ഞ ആ ഉത്സവം നടത്തണ പോലെയാണ് നമ്മൾ 10 ദിവസത്തെ പരിപാടി നടത്തണേ. അല്ലല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഏജൻസി ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഈ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്ത, ഈവൻ ഐ ഫീൽ സോറി ദാറ്റ് ഞങ്ങളുടെ സൈക്കാട്രിക് സൊസൈറ്റി പോലും നടത്തുന്നില്ല. ഇല്ലേ, ഇത്രയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു മഹാമഹം അല്ലേ? അത് വളരെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. അല്ല, ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറയായിരുന്നു സർ, അപ്പൊ പുതുശ്ശേരി അച്ഛനാണെങ്കിലും ഷാജി സാർ ആണെങ്കിലും റസീന മാഡം ഒക്കെ ആണെങ്കിലും ഞങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരാ നിങ്ങള്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് എന്താണ് വെച്ചാൽ, സാറ് പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, ടെർഷറി ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്നുള്ള ഒരു ഉൾഭയം നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും തന്നിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത്. എന്തായാലും ഇനി നാളെ മുതൽ ഇന്ന് പൈസ വാങ്ങിക്കാതെ ആരും ഒരു ക്ലാസ് പോലും നമുക്ക് ഓഫർ ചെയ്യില്ലാത്ത സമയത്ത് ഈ 10 പേരും യാതൊരു ബെനിഫിറ്റും വാങ്ങിക്കാതെ, അതുപോലെ അങ്ങനെ ഓഫർ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു നെറ്റ്വർക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ഇത് സാധിക്കില്ലല്ലോ. ഈ 10 പേര് ഇതിനകത്ത് കുറെ പൈസ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് നടത്താൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു വലിയൊരു കാര്യം എന്നാ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് ഈ 100-ൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് കയറുക എന്നുള്ളത്, ഒരു 10 പേർക്ക് 20 പേർക്കാണെങ്കിൽ നമുക്ക് അതിന് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഇത് നമ്മുടെ പ്രോഗ്രാമിലെല്ലാം 100+ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരിലുള്ള വിശ്വാസമാണ് ഇത്രയും ഒരു ഓഡിയൻസിന് നമുക്ക് തരുന്നത്. നല്ല താങ്ക് യു all persons who listened carefully. Okay, thank you. Thank you sir, and good night. Good night. Thank you sir. Thank you sir. ഇതില് എൻക്വയറി ചോദിച്ചിട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് ഈ 10 days വെബിനാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ കൂടെ അല്ല നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ റെക്കോർഡിങ്സ് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.